സുഹൃത്തുക്കളെ, സമൃദ്ധി വെള്ളമായിട്ട് വരില്ല, അമ്മാതിരി വെള്ളം ഇതാ തെറിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. അപ്പൊ നമ്മളിതാ താഴോട്ട് ഇറക്കി നോക്കുകയാണ്. ഒരു കുഴൽക്കിണർ എങ്ങനെയാണോ അടിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ആദ്യം മുതൽ തുടങ്ങണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്തുക്കളെന്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു കുഴൽക്കിണറിന് സ്ഥാനം കണ്ട് അവിടെ നിന്ന് കുഴൽക്കിണർ അടിക്കാൻ പോവാണ്. ഇത് ഞാൻ കയറ്റാൻ പോകുന്ന ഒരു വീടാണ്. ഒരാളിതാ ഇവിടെ തേങ്ങയിൽ വെള്ളം കാണുന്നുണ്ട്. എല്ലാം കിട്ടുമോ? പിന്നെ കാണാനുള്ള ശ്രമത്തിലാണ്. വെള്ളം കാണിച്ചിട്ടേ നിൽക്കുള്ളൂ. തേങ്ങ കൊണ്ടുള്ള പരിപാടിയാണ്. തേങ്ങ കൊണ്ട് പരിപാടിയാണ്. എന്താ ഉരുട്ടലാണോ? ഇത് വെള്ളം ഉള്ളിടത്ത് എത്തി കഴിഞ്ഞാൽ ഈ സാധനം കൂടുതൽ ജെർക്ക് ചെയ്തിട്ട് വീഴും. ജെർക്ക് ചെയ്തിട്ട് നമുക്ക് പിടിക്കാൻ പറ്റാത്ത രൂപത്തിലൂടെ എത്തും. ഒരാളിതാ ഇവിടെ ഇതെന്താ സാധനം കയ്യില് ചെയ്യാനാണോ? എന്ത് ചെയ്യുന്നു? സ്വർണ്ണ ചെയ്യാനാ? ആടുണ്ടോ? കറങ്ങോ? എവിടെ ഇപ്പൊ വെള്ളം? എനിക്ക് ഈ ചെയ്യലിലും വിശ്വാസമില്ല, അതുപോലെ തന്നെ ഈ തേങ്ങയിലും വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമുള്ള ഒരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട്, ഓല. ഇത് സ്ഥാനം നോക്കുന്ന പരിപാടി അങ്ങനെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാണ്. ഇത് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ചിട്ട് ഇതെങ്ങനെ ആക്കും, എന്നിട്ട് വെള്ളമുള്ള സ്ഥലത്താകുമ്പോൾ ഇത് അടിക്കൂട്ടാ. ഇവിടെ ഒന്നും വെള്ളമില്ല. ഇവിടെ വെള്ളമുണ്ട്. ഇവിടെ കുച്ചടിച്ച താടി കൂടി പഠിക്കും. അപ്പട്ടക്കണു സാധനം ഇട്ടാ, അതപ്പട്ടക്കണു. ഇവിടെ കുത്ത് ഇടോക്ക് പടക്കണോക്ക്. അല്ലാണ്ട് ഈ മാലയിലും അതുപോലെ തന്നെ എൻ്റെ തേങ്ങയിലും നസിയായി ഈ പരിപാടി നടക്കില്ല. ഇതിൽ നമ്മൾ വെള്ളം കിത്തിരിക്കും. ഇപ്പോൾ നമ്മളെ വീടിന്റെ എഞ്ചിനീയർ ഇതാ നിൽക്കുന്നു, ഇദ്ദേഹമാണ്. നാളെക്കല്ലേ വെള്ളം വേണ്ടല്ലോ, ഇന്ന് നമ്മൾ രാത്രി വെള്ളം എടുത്തിരിക്കും. അപ്പൊ നമ്മൾ വിളിച്ചു, ഇതാ വണ്ടിക്കാരെ എത്തി തുടങ്ങിയിട്ടാ. അണ്ണന് ഇങ്ങനെ വെള്ളം സ്ഥാനം നോക്കാറിയോ? ഇവിടെ വെള്ളം കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ പൈസ കിട്ടില്ല കേട്ടാ. അപ്പൊ നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞിട്ടാ, വിളിച്ചു. 1 മണിക്കൂറിനുള്ളിൽ വണ്ടി വന്നു കഴിഞ്ഞു. ഇവിടെ അടുത്ത് എവിടെ അടിക്കണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇതാ വന്നു കുത്താൻ പോവാണ്. അപ്പൊ നമ്മളെ കുത്തിയ ആ ഒരു സ്ഥാനത്തേക്ക് കറക്റ്റ് ആക്കിയിട്ട് കൊടുന്ന് വെച്ച് തുടങ്ങിയിട്ടാ. അപ്പൊ നമ്മുടെ ആദ്യത്തെ റാഡ് ഇതാ കേട്ടിട്ടാ. ഇതാണ് ഇനി താഴേക്ക് പോകാനുള്ള ആ ഒരു റാഡ് ഇട്ടാ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതട്ടങ്ങി പാറ കണ്ടു. പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു റാഡർ കൊണ്ടായി. അപ്പൊ സുഹൃത്തുക്കളെ, സമൃദ്ധി വെള്ളമായിട്ട് വരില്ല, അമ്മാതിരി വെള്ളം ഇതാ തെറിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. നിർത്താൻ പോവാണ് കേട്ടോ. അതായത് ഇപ്പൊ 250 അടിയായി. ആദ്യത്തെ ആ ഒരു ഉറവെന്ന് പറയുന്നത് 120-ലായിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെയാണ് ഇവിടെ കുഴൽക്കിണർ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അതായത് ഇതുവഴി ഏറെ തള്ളിക്കൊണ്ടിരുന്നിരുന്നു. അതുപോലെ തന്നെ ഇവർ നമുക്ക് വീട് പണിക്ക് ഇറക്കിയ ആ ഒരു എംസാൻഡ് കുത്തി ഇറക്കന്നെയായിരുന്നു. ആ ഇറക്കുന്നത് ഫുള്ള് ഇതുവഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോവന്നെ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ താഴത്ത് വല്ല പൊട്ടിയിട്ടുണ്ടാവും, ഈ പൈപ്പ് പൊട്ടിയിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടുന്ന എംസാൻഡ് ഫുള്ള് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ എയർ അടിക്കുന്ന സമയത്ത് പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി വല്ല പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. കാരണം ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ മോട്ടറൊക്കെ ഇറക്കുന്ന സമയത്ത് അതൊക്കെ മഴ പെയ്യുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ മണ്ണിറങ്ങി ആ ഒരു മോട്ടർ തന്നെ അവിടെ ഇത് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാട്ടർ പ്രൂഫ് ഒരു ടോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിതിലേക്ക് ഒന്ന് ഇറക്കി നോക്കുകയാണ്.
ടോർച്ച് ഓൺ ചെയ്തു. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ സ്ഥാനം കാണുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഓലയിലും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയിലും മാലയിലൊക്കെ കാണിച്ചു. വെറുതെ ഒന്ന് കാണിച്ചാട്ടെ, കാരണം ഇവിടെ എവിടെ സ്ഥാനം കണ്ടാലും വെള്ളം കിട്ടും എന്നുള്ള ആ ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു തമാശ രൂപത്തിൽ കാണിച്ചതാണ്. അപ്പോൾ ഇവിടെ കാർ പോർച്ച് വരാൻ പോകുന്നു. അതുപോലെ തന്നെ ഒഴിഞ്ഞ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് കിട്ടിയത്. അപ്പോൾ അവിടെ അങ്ങോട്ട് കുഴിച്ചു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ താഴോട്ട് ഇറക്കി നോക്കുകയാണ്. അപ്പോൾ താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പോകുന്നുണ്ട്. മുകൾക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽ എടുത്തിട്ടുണ്ട്. ഇത്ര ഭാഗം പൊട്ടിയിരിക്കണോ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അവർക്ക് വിളിക്കാൻ പോവാണ്. വിളിച്ചിട്ട് ഇത് മാറ്റിത്തരാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ടും പറയാണ്. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കുഴൽക്കിണർ അടിച്ചവരെ. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് ചേട്ടാ ശരിക്കും പൊട്ടിയതുണ്ടാ. ഇങ്ങനെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ്ടാ വെള്ളത്തിൻ്റെ അവിടെ നിങ്ങൾ താഴത്തേക്ക് പോയി വേണ്ട പൊട്ടിയത് ഇവിടെ കാണാം. നമുക്ക് വേണ്ട പൊട്ടി കണ്ടോ, ചെറിയ പൊട്ടലൊന്നുമല്ല വേണ്ട. ഇതിപ്പോൾ നമ്മൾ കണ്ടു, നമ്മളിപ്പോൾ ക്യാമറ ഇറക്കിയൊന്നും കണ്ടു. ഇത് ക്യാമറ ഇറക്കിയില്ല, കണ്ടില്ല, നമ്മൾ മോട്ടർ ഇറക്കി. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മണ്ണ് നിറഞ്ഞ് മോട്ടർ അവിടെ കുടുങ്ങില്ലേ, ചെളി ഉണ്ടാവും. പിന്നെ അതവിടെ മോട്ടറും കിട്ടില്ല, ആ കുഴൽക്കിണർ അങ്ങനെ പോവുകയും ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയത് നന്നായി അല്ലേ. അതെ, അപ്പോൾ ഇതാണ് സംഭവിക്കുക. ആര് കുഴൽക്കിണർ അടിക്കുകയാണെങ്കിലും ഒന്ന് ക്യാമറ ഇറക്കി നോക്കുക, എന്നിട്ട് പൈപ്പുകൾക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നതിന് ശേഷം മാത്രം അവരെ വിടുക. ശരിക്കും ഇവർ തന്നെ അത് ചെക്ക് ചെയ്ത് തരേണ്ടതാണ് നമുക്ക്. നമ്മൾ ശരിക്കും ആവശ്യപ്പെടണം. കാരണം നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ക്യാമറ വാങ്ങിച്ചു വെക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഉള്ളത് കൊണ്ടാണ് നമുക്കിത് കാണാൻ പറ്റിയത്. സുഹൃത്തുക്കൾ, അവർ പൈപ്പ് ഇങ്ങനെ പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇതാ പൊക്കി തുടങ്ങി. ഫുള്ള് പൈപ്പ് പൊക്കിയതിന് ശേഷം പിന്നെ അവർ താഴെ വരെ ക്ലീൻ ചെയ്തതിന് ശേഷം മറ്റൊരു പൈപ്പ് ഇറക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതാ പൊട്ടിയേക്കണോ? ഓക്കെ ഓക്കെ. ഇതാ ഇവിടെ പൊട്ടിയിട്ട് മാറ്റിയിട്ട് അപ്പോൾ പകുതി പീസ് അതിലിരുന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു കുഴൽക്കിണർ എങ്ങനെയാണോ അടിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ആദ്യം മുതൽ തുടങ്ങണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം താഴ്ചയിൽ നമ്മൾ അടിച്ചിട്ടുണ്ടോ അതുവരെ ഇവർ ഈ ഒരു റാഡുകൾ ഇറക്കി അവിടുന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് അവർ പുതിയ പൈപ്പുകൾ ഇറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ പൈപ്പ് ഇറക്കാൻ പോവാണ്. ഇപ്പോൾ ഇതാ താഴേക്ക് ഇറക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പൈപ്പിൻ്റെ പീസുകളൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ കുറച്ച് പൈപ്പ് താഴത്ത് പൊട്ടിയിരുന്നിരുന്നു. അപ്പോൾ അതവർ ശരിക്കും പൊടിച്ചെടുക്കുകയായിരുന്നു താഴത്തുനിന്ന്. ഓ അടിപൊളി. ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. വെള്ളം തള്ളിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും തെളി വെള്ളമായിട്ടില്ല. വരുന്നു. ഓ ഓ അടിപൊളി. അപ്പോൾ നമ്മുടെ കുഴൽക്കിണർ അടിക്കാൻ വന്ന വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്യാമറ ഇട്ടൊന്ന് ഇറക്കി നോക്കിയിട്ടാണ്. ഇപ്പോൾ പൈപ്പൊന്നും ഉള്ളിൽ പൊട്ടിയിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ അവർ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. നല്ല ക്ലീൻ ആക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളടുത്തത് മോട്ടർ ഇറക്കാൻ പോവാണ് കേട്ടോ. മോട്ടർ അപ്പോൾ നല്ല വെയിറ്റ് അല്ല. മോട്ടർ ഇറക്കുകയാണ്. ഇറക്കിക്കഴിഞ്ഞ് അടുത്തത് നമ്മൾ വെള്ളം അടിച്ച് കയറ്റാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരു രാത്രി കുറ്റി അടിച്ചു, മറ്റൊരു രാത്രി മോട്ടർ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു നോക്കാൻ പോവാണ്. അടിച്ചു നോക്കല്ലേ? അടി നോക്കാം. വെള്ളം വരും നോക്കാം. അടിച്ചിട്ടുണ്ട് കേട്ടോ. എയറൊക്കെ വരുന്നുണ്ട്. വന്നു 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 വന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുഴൽക്കിണർ അടിക്കുന്നുണ്ടെങ്കിൽ അടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ക്യാമറ ഒക്കെ ഇട്ട് ചെക്ക് ചെയ്യുക. അവർ പോകുന്നതിന് മുന്നേ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ക്യാഷ് കൊടുക്കുക. കാരണം ചിലപ്പോൾ പണി പാളും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.